നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം സമുദായ സംഘടനകൾ കോടതിയിലേക്ക്. ഭൂമി വഖഫല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷണം തെറ്റ് എന്നാണ് മുസ്ലിം സമുദായ സംഘടനകളുടെ വിലയിരുത്തൽ. കൊച്ചിയിലായിരുന്നു വിവിധ മുസ്ലിം സംഘടനകളുടെ യോഗം. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന സംഘടനകളടക്കം SDPIക്കൊപ്പമായിരുന്നു യോഗം ചേർന്ന്. മുസ്ലിം ജമാഅത്ത്, മക്ക, PDP, നാഷണൽ ലോയേഴ്സ് ഫോറം, നാഷണൽ ലീഗ്, INL, മഹല്ല് കൂട്ടായ്മ, അഖില കേരള വഖഫ് സംരക്ഷണ സമിതി, വഖഫ് സംരക്ഷണ വേദി തുടങ്ങിയവർ യോഗത്തിൽ SDPIക്കൊപ്പം പങ്കെടുത്തു. ജെബിൻ ടുട്ടു വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. ടുട്ടു, ഇത് വഖഫ് ഭൂമിയായി നിലനിർത്തുകയും 40 ഏക്കറിലധികം വരുന്ന ഭൂമി അവിടെ ഉണ്ടായിരുന്നവരെ സർക്കാർ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യുക എന്നൊരു നിർദ്ദേശം വെക്കുക മാത്രമല്ല, അതിന് നിയമപോരാട്ടം നടത്തുമെന്ന് ഈ സംഘടനകൾ തീരുമാനിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന നാഷണൽ ലീഗ് അടക്കമുള്ള പലരും SDPI യോഗത്തിൽ ചേർക്കുന്നുണ്ട്. ഇതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ മറ്റ് ജമാഅത്തെ ഇസ്ലാമിയോ അതല്ലെങ്കിൽ പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ടവരൊന്നും ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ളവരെ ഒന്നും ഈ യോഗത്തിൽ കാണുന്നുമില്ല. PG, അതാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടെ. അങ്ങനെയാണ് ഈ SDPIയുടെ കൂടെ ഈ വഖഫ് സംരക്ഷണ സമിതി യോഗത്തിന് ഇത്രയധികം ആളുകൾ അല്ലെങ്കിൽ ഈ INL അടക്കമുള്ള ഈ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന പാർട്ടികൾ ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നതാണ്. യോഗം ഇപ്പോൾ ഒരു നിയമ നടപടിയിലേക്കും കോടതിയെ സമീപിക്കാനും ഒക്കെ പോകുന്നു. നിലവിൽ വഖഫ് ട്രൈബ്യൂണലിന്റെ പക്കൽ ഇരിക്കുന്ന ഈ കേസ് മുന്നോട്ട് പോകുന്നതിനിടയിൽ കഴിഞ്ഞ ഒക്ടോബർ 9 വന്ന ഹൈക്കോടതി നിരീക്ഷണമാണ് ഇപ്പോൾ ഇങ്ങനെ സംഘടനകളെയൊക്കെ ഒരുമിപ്പിച്ച് ഇങ്ങനെ കോടതിയിലേക്ക് തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ആ നിരീക്ഷണത്തിൽ ഒരു റിവിഷൻ പെറ്റീഷൻ അല്ലെങ്കിൽ ഒരു അത് ഒന്നുകൂടെ പരിശോധിക്കണമെന്ന തരത്തിലാണ് ഇവർ കോടതിയിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ SDPIയുടെ ഒരു യോഗത്തിൽ ഇപ്പോൾ SDPI ഉൾപ്പെടുന്ന ഒരു യോഗത്തിൽ INLും ഇതുപോലുള്ള മുസ്ലിം ജമാഅത്തും ഒപ്പം തന്നെ മഹല്ല് കൂട്ടായ്മയും ഒക്കെ അങ്ങനെ ഒരു യോഗം ചേർന്നത് ഈ ഒരു വഖഫ് സംരക്ഷണ സമിതി ഈ യോഗത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഉള്ള ഒരു യോഗമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അന്ന് തന്നെ ഈ ഒക്ടോബറിൽ കോടതി നിരീക്ഷണം വന്നപ്പോൾ തന്നെ ഇതൊരു വഖഫ് ട്രിബ്യൂണലിന്റെ പക്കലിരിക്കുന്ന കേസായതുകൊണ്ട് ഇതുപോലെ കോടതിയുടെ ഒരു നിരീക്ഷണം ഒരു അസ്ഥാനത്തുള്ള നിരീക്ഷണമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു നിരീക്ഷണം വേണ്ട എന്നത് മുസ്ലിം സമുദായ സംഘടനകൾക്കിടയിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതിനെതിരെ ഒരു നിയമ പോരാട്ടത്തിനൊന്നും ഈ സംഘടനകൾ തുനിഞ്ഞിരുന്നില്ല. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ മുനമ്പത്തുള്ള 404 ഏക്കർ ഭൂമി വഖഫിന്റേതാണെന്നും അത് വഖഫിന്റെ സ്വത്താണെന്നും അത് അവിടെ താമസിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കണമെന്നും പറഞ്ഞ് ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ യോഗത്തിൽ PG പറഞ്ഞതുപോലെ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ ഒന്നും പങ്കെടുക്കുന്നില്ല. PDP, SDPI അതിനൊപ്പമാണ് INLും നാഷണൽ ലീഗും ഒക്കെ പങ്കെടുക്കുന്നത്. ഒപ്പം ചില മുസ്ലിം സംഘടനകളും പങ്കെടുക്കുന്നുണ്ട്. ഇനി ഇവർ അടുത്ത ദിവസം തന്നെ കോടതിയെ സമീപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വഖഫ് വിഷയത്തിൽ ഇപ്പോൾ കോടതി ഒരു വശത്ത് ഇപ്പോൾ കമ്മീഷനെ അടക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിനോട് പറയുമ്പോൾ ഈ ഒരു വശത്ത് അതിന്റെ ഒരു യോഗം രാഷ്ട്രീയ തലത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. ആ യോഗത്തിനൊപ്പം തന്നെ അതിൽ കോടതിയിലേക്ക് പോകാനും ഈ സംഘടനകൾ യോഗം ചേർന്നു എന്നതും അതിൽ നിയമപോരാട്ടം നടത്താൻ പോകുന്നു എന്നുള്ളതും മാത്രമല്ല, യോഗം ചേർന്ന സംഘടനകളുടെ രാഷ്ട്രീയ സാമൂഹ്യ സ്വഭാവം കൂടി തീർച്ചയായിട്ടും വാർത്താ പ്രാധാന്യമുള്ളതാണ്. ജെബിൻ ടുട്ടുവാണ് വിശദാംശങ്ങൾ നൽകിയത്.